ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമേഷ് ഈശ്വർ. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മറ്റവിടത്തുമല്ല, മൂന്നാറിലേക്കാണ്. സാധാരണ എൻ്റെ കൂടെ രഞ്ജിത്താണ് ഉണ്ടാവാറ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് പോയത്. നമുക്ക് മൂന്നാറിലെ വിശേഷങ്ങൾ എന്ത് ചെയ്യാം, അവിടെ പോകുന്ന വഴിക്കെല്ലാം കണ്ട് മനസ്സിലാക്കി. ഓക്കെ, ബൈ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ കാണുന്നതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എൻ്റേളി മാറിയിട്ടുണ്ട്, നല്ല ഡെവലപ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം അവരെ പോയി മീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറുകയാണ്. കയറുമ്പോൾ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഇവിടെ ട്രാക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 11:20 ട്രെയിന്. അതിനു മുന്നേ കുറേ നേരത്തെ വന്നിരുന്ന ആൾക്കാരാണ് ഇവർ. ഇത് ഞങ്ങളെ കൂടെയുള്ള ഗൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ 6 പേര് ഇവിടെ തന്നെ, അല്ല 7 പേരായിട്ടുണ്ട്. ഇനിയൊരാളും കൂടി ഉണ്ട്, ആളെ വെയിറ്റ് ചെയ്യാണ്. ഈ കുട്ടി ആരാണ്? ബിഗ് ബോസിലേക്കാളെത്തി. 11:20 ട്രെയിൻ വരേണ്ടത്, പക്ഷേ ട്രെയിൻ ലേറ്റാണ്. വന്നത് 1:20. 10:30 വന്ന് വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. എന്തായാലും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അവസാനം വീഡിയോ ഞാൻ 11:20 എത്തേണ്ട മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് നമുക്ക് 1:20 എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. AC കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് സീറ്റ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കയറുക, ചെല്ലുക, കിടന്നുറങ്ങുക. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ രാവിലെ കാണാം. ദ്രാദേവി നമ്മളെ കനിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റി. നമ്മൾ ഉറങ്ങി എണീറ്റുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ട്രെയിനിൻ്റെ അകത്തുള്ള കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളിപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും എത്താറാകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇറങ്ങാൻ വേണ്ടി സെറ്റായി നിന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങേണ്ടത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടുന്ന് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജേണി ആയിരുന്നു. പിന്നെ എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അല്പസമയത്തിനകം തന്നെ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് പോലും ഇല്ല. നമ്മൾ നടന്ന് KSRTC സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി നമുക്ക് പോകേണ്ട വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ മഹിൽ വാഹനം. അപ്പോൾ ഇനിമേ ഞങ്ങൾ എത്തുമ്പോൾ ഇവിടെ 7:40 7:40 ബസ്. അപ്പോൾ നമുക്ക് അതുവരെ ടൈമുണ്ട്. നമ്മൾ KSRTC ബസ്സിൽ നമ്മളെ സീറ്റ് ഉറപ്പിച്ചു. നമ്മളിതിന് പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ച അതെന്തായാലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും പോയി കാണേണ്ടതാണ് കാഴ്ച തന്നെയാണ്. അങ്ങനെ ഒരുപാട് കൺകുളിർക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മാറ്റർ ആയിരുന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എത്തിയിട്ടുണ്ട്, മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു വെച്ച ജീപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ജീപ്പിൽ കയറുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കയറുന്ന സമയത്ത് എല്ലാവരും ടയേർഡാണ്, കാരണം ഫുൾ യാത്ര മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയാണ് ശരിക്കും കറങ്ങാൻ പോകുന്നതുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ആവണം എന്നാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അവിടേക്ക് പോവാം. നമ്മളിതൊരു പാക്കേജ് പോലെ എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക്
ഇവിടെ വണ്ടി നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ പാക്കേജിൽ നമുക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ട്. നമ്മൾ വന്നു, ജീപ്പ് കയറി, ഇനിയിപ്പോൾ നമുക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലത്തേക്ക് ഇവരെത്തിക്കുന്നു. ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതാ നമ്മൾ ഈ ചെറിയ ചെറിയ ടൗൺ നോക്കിയാൽ മതി. നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളെന്നാണ് പറഞ്ഞത് ഫ്രഷ് ആവുന്ന റൂമിലേക്ക് എത്താനായിട്ട്. അല്പസമയത്തിനകം തന്നെ നമ്മൾ നമ്മുടെ റൂം, അതായത് ഫ്രഷ് ആവാനുള്ള റൂമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായി വരി ഇറങ്ങിക്കോളും. ഓരോരുത്തർ ശരിക്കുള്ള പോലെ ഇപ്പോൾ കാണും. കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാവണമെന്നില്ല ആരും. ഇതാണ് ഗൈസ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഫ്രഷപ്പ് ആവാനുള്ള റൂം. 2 റൂമുണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട്, അപ്പുറത്ത് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ഫ്രഷ് ആവുന്നു. നമ്മൾ 2 പേരും ഇവിടുന്ന് ഫ്രഷായി. ഇപ്പം നമ്മളെല്ലാവരും ഫ്രഷായി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. ഗൈസ് എല്ലാവരുടെയും കോലം മാറിയിട്ടുണ്ട്. ഇതാ 1 2 അനേട്ടാ അയനെ എന്തോ ഹെഡുണ്ട് മോൾ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ വണ്ടി തൊട്ടപ്പുറത്ത് നിന്നിട്ടുണ്ട്. ആദ്യ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിക്കേണ്ട, ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ എത്തുമ്പോൾ 12, ഏകദേശം 1 മണി ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡാണ് ഇപ്പോൾ കഴിക്കാൻ ഉള്ള ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവരുടെ ആദ്യ കലാവിരുന്നുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഗൈസ്. സെൽഫി എടുക്കൽ. ഞങ്ങളെന്തായാലും ഹോട്ടലിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാണ്. അതായത് എല്ലാവർക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, അപ്പോൾ നല്ല ഫുഡായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓർഡർ ചെയ്ത അല്പസമയത്തിനകം തന്നെ നമുക്ക് ഫുഡ് വന്നു ഗൈസ്. ഫുഡ് എല്ലാവരും ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ബിരിയാണി എങ്ങനെ നമുക്കറിയില്ല, എന്തായാലും ഇവിടുത്തെ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ അറിയണം. ആരും കുറ്റം പറഞ്ഞില്ല ഗൈസ്, നല്ല ബിരിയാണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ ഫുഡ് കഴിച്ചതോടുകൂടി എല്ലാവർക്കും എനർജി വന്നു. ഇതുവരെ എല്ലാവരും ഡല്ലായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് എന്ത് ചെയ്തു, ഒരു ലൈം ടീ മേടിച്ചു. ഈ ക്യാഷും കൊടുത്തത് നമ്മളല്ല ഗൈസ്, ഇതിൻ്റെ മൊത്തം ക്യാഷ് കൊടുത്തത് നമ്മളെ പാക്കേജ് അവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇനി ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെ യാത്ര ഇനി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ലൈം ടീ 2 ആൾ എന്ത് ചെയ്തു, കയ്യിലും പിടിച്ചാണ് വന്നത്. കാരണം ജീപ്പിൻ്റെ കുലുക്കുണ്ട്, എന്നാൽ അവർക്ക് മാറ്ററല്ല, അവരതിനെ കുടിച്ച് തീർക്കുമെന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് എനർജിയെല്ലാം കൂടിയതിന് ശേഷം നമ്മുടെ ട്രിപ്പ് വീണ്ടും തുടങ്ങി. ഞാൻ എൻ്റെ കലാവിരുന്നുകളായ ഗോപ്രോയിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്താ എടുക്കണമെന്ന് മൊത്തം കൺഫ്യൂഷനാണ്, കാരണം ഇതെല്ലാം എടുക്കാനുള്ള തന്നെയാണ്. നല്ല വ്യൂ ആണ്. അപ്പോൾ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷനായതുകൊണ്ട് എല്ലാം എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം എന്താണ്, കട്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം വീഡിയോ കാണിച്ചിരുന്നുണ്ട്. അല്ലെങ്കിൽ ലെങ്ത്ത് ഭയങ്കര കൂടിപ്പോകും വീഡിയോയുടെ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞാണ്. നമുക്ക് നോക്കാം. പിന്നെ ഈ റൂട്ട് എന്നുള്ളത് ഒറ്റ ഡയറക്ഷനിൽ പോകുന്നതാണ്. നമുക്ക് ഇന്ന് കാണേണ്ട മൊത്തം ഈ റൂട്ട് കൂടെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതേ റൂട്ട് കൂടെ തിരിച്ചു വരണം, എന്നിട്ടാണ് നമുക്ക് അടുത്ത രാത്രിയാവും. എന്തായാലും ഈ ഇന്നത്തെ കാഴ്ച മൊത്തം ഈ റൂട്ട് കൂടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷനായ ഫോട്ടോ പോയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫോട്ടോ പോയിൻറ്റ്. ഫോട്ടോ പോയിൻ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കെന്താണ് ഇവിടെ നിന്നൊരു നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് ക്യാമറയിലും ഓൾറെഡി എടുത്തിരുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യണം, അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളി ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു കാണാം. മറ്റേ ഫോട്ടോസ് ക്യാമറയിൽ വെച്ച് ഒന്ന് എടുത്ത് നോക്കി, നല്ല അടിപൊളി ഫോട്ടോസ് അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കലിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേസ്. വേറെ അവിടെ നിന്നല്ല, എലിഫൻറ്റ് പാർക്ക് എന്ന് പറയും. എലിഫൻറ്റ് പാർക്കിൽ പ്രത്യേകിച്ച് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആനയുടെ മുകളിലൂടെ റൈഡ് ചെയ്യാം. അത് ഒരാൾക്ക് എത്ര 800 റുപ്പീസ് എന്തോ ചാർജാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരു റൗണ്ട് ആനയുടെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റിയിട്ടൊന്ന് വരാം. അതിന് ആനയുടെ മുകളിൽ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ ചെന്നത് ഫാക്ടറിയിലേക്കാണ്. അതായത് ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറുക. അത് ഒരു ടൈമിംഗ് ഉണ്ട്.
പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. പിന്നെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അത് കാണാനായിട്ട്. അഡൾട്ടായ ആൾക്കാർക്ക് 120 രൂപയും ചൈൽഡിന് 60 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അത് എൻട്രൻസ് ഫീ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞ് നമ്മളെന്താണ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് എന്തായാലും സമയപരിമിതി മൂലം കുറച്ച് എന്തായാലും സ്പീഡാക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഒത്തിരി പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെന്താണ് ഇവിടുന്ന് മാട്ടുപ്പെട്ടി ഡാമും കണ്ട് അവിടുന്ന് വീണ്ടും നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് സൺ മൂൺ വാലി ബോട്ടിംഗ് സെൻറ്ററിലേക്കാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് നേരെ അകത്തേക്ക് കയറി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യാനുള്ള നല്ല ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് സ്പീഡ് ബോട്ട് ഉണ്ട്, 5 സീറ്ററുള്ള സ്പീഡ് ബോട്ട് ഉണ്ട്. അതിന് 1100 രൂപ ചാർജ് വരും. 15 മിനിറ്റാണ് എല്ലാം ഉള്ളത്. സ്പീഡ് ബോട്ട് ഉണ്ട്, നോർമൽ ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇത് പെൻറ്റൂൺ ബോട്ട് എന്ന് വെച്ച് സംഭവം ഉണ്ട്. അത് 20 സീറ്റ് നമ്മളെ പറശ്ശിനിക്കടവ് അമ്പലത്തേക്കുള്ള പോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഇവിടെ വന്ന നേരം ചെറുതായിട്ട് മഴ പാറുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മുടെ സ്പീഡ് ബോട്ട് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ബോട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ആർക്കും അധികം പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പോയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു നിന്നു. പിന്നെ ഒത്തിരി പേര് ഓൾറെഡി എടുത്തവർ എന്തായാലും പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം, ബോട്ടിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ടായിരുന്നു ബോട്ടിൽ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു കുട്ടികളുടെ എക്സ്പീരിയൻസ് എല്ലാം? ചേച്ചി സ്പീഡ് ബോട്ടിൽ പോയതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മടങ്ങുന്ന നേരം ഒരാൾ കാര്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുറേ കുരങ്ങന്മാർ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അതിനെ വീഡിയോ എടുത്ത് നിൽക്കുന്ന ആണ് ഒരാൾ. എന്താ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതിന് അടുത്ത ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങനെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ രാത്രി ആവാൻ പറയേണ്ട ആവശ്യം, നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എക്കോ പോയിൻ്റാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല തിരക്കേറിയ സ്ഥലമാണ്. എന്തായാലും ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് അത് എന്ത് ചെയ്യാം, നല്ലതായിട്ട് പർച്ചേസ് ചെയ്യാം. ജീപ്പ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ വന്ന. നമ്മളങ്ങനെ താഴോട്ടേക്ക് പോവുകയാണ്. ഇത് ഇവിടെ താഴെ ബോട്ടിംഗ് ഉണ്ട്. ഇതേപോലെ സെയിം ആണ്, നമ്മളെ ബോട്ടിംഗ് ഉണ്ട്. നമ്മളെ മറ്റേ ബോട്ടാണ്, അതായത് നമ്മൾ കാലൊന്ന് ചവിട്ടിയിട്ട് പോകുന്ന ആ ഒരു ടൈപ്പാണ്, സൈക്കിൾ ചവിട്ടുന്ന പോലത്തെ. അതിനകത്തും ജസ്റ്റ് ഒരു എൻട്രൻസ് ഫീസും ഉണ്ട്, പിന്നെ അകത്തുള്ള ചാർജ് വേറെ ഉണ്ട്. ഈ പണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്ത് തോന്നുന്നു? ആര് പറയണ്ടേ, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നു. ഇപ്പൊ ശരിക്കും മറ്റൊരു ട്രിപ്പ് പോകുമ്പോ ഒരു കുരങ്ങനില്ലേ ഇങ്ങനെ ചുണ്ടലിങ്ങനെ ആക്കുന്നേ, വിളിക്കാത്തത് ഞാൻ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഗെയിംസ് ഒരു ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഗൺ ഷോട്ടാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു.
ഫസ്റ്റ് തന്നെ എൻ്റെ പൊട്ടി ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ അവരെന്ത് ചെയ്യും, നമുക്ക് ലോഡ് ചെയ്ത് തരും. അത് 50 രൂപയ്ക്ക് 5 ഷോട്ടാണ്. അപ്പം ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവരും കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുക്കാം, പൊട്ടിക്കാൻ പോകാണ്. എന്തെങ്കിലും പറയാറുണ്ടോ? അമ്പ് മതിയോ? ഒന്നൊന്നത് മാത്രം എടുത്താൽ മതി. നമ്മളെ വാടൻ പൊട്ടിക്കാൻ പോകും. പൊട്ടിനെ നീ തീർന്നു. അങ്ങനെ നിവ്യ പൊട്ടിച്ചിരിക്കുന്നില്ല. പൊട്ടിച്ച് അടുത്ത സെക്ഷൻ നമ്മുടെ പർച്ചേസിങ് സെക്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മളെ നിവ്യ ഒരുപാട് പർച്ചേസിങ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്യാഷ് സെൻഡ് ചെയ്യുന്നുണ്ട്. അവൾ കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇല്ല ഗൈസ്, 1-2 സാധനം മാത്രമേ അവൾ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വാങ്ങിക്കാനാണെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ളൊരു ഡോൾ സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് അവിടെ നല്ല പൂച്ചക്കുട്ടി, നല്ല കാണാൻ ഭംഗിയുള്ളൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേപോലത്തെ നമ്മൾ 3 എണ്ണം വാങ്ങി ചെറിയ ബാർഗനിങ് ഒക്കെ ചെയ്തു, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തന്നു. അങ്ങനെ അവിടുത്തെ എക്കോ പോയിൻ്റ് കാഴ്ചകളും കഴിഞ്ഞ് നമ്മൾ എന്താണ് നേരെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലൂടെ ആയിട്ടാണ്. ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം എന്നുള്ളത്. നമ്മൾ നേരെ പോവുകയാണ്. നേരം ഇരുട്ടാറായിട്ടുണ്ട്. ഇനി കാണുന്ന കാഴ്ചയൊക്കെ അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ആകാശത്തിൻ്റെ കളറും നമ്മൾ പോകുന്ന ഈ റൂട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്, നല്ല മനോഹരമായിട്ടാണ് കാണുന്നത്. സമയം 7 മണിയാവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത്. നമ്മൾ നേരെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. എൻട്രൻസ് ഫീ ഉണ്ട്. അങ്ങനെ എൻട്രൻസ് ഫീയും കൊടുത്ത് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് തന്നെ കുറേ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാണിക്കാനൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താണ്, അകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ ചെടികൾ കാണാം. പലതരത്തിലുള്ള ചെടികളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള പൂവിൻ്റെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി ചെടികളൊക്കെയാണ്. അപ്പോൾ ഓരോ പൂവിൻ്റെ പേരും അതിൻ്റെ സൈഡുണ്ടാവും. അതിപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഇതിപ്പോൾ ഒരു പൂവിൻ്റെ പേര് ഇത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു 3D ഷോ ഉണ്ട്, 3D മൂവി ഷോ ഉണ്ട്. വേണ്ടവർ അതും കാണാം. ഇവിടെ എല്ലാവരും വരുന്നത് നൈറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഈ ലൈറ്റ് ഷോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ വരണം. എന്തായാലും നേരത്തെ വന്ന് നമുക്ക് നല്ലോണം ഫോട്ടോ എടുക്കാം. അതിനുള്ള നല്ല ആംബിയൻസും ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് അപ്പുറം പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 3D ഷോൻ്റെ ഒരു ഇത് കണ്ടു. അപ്പം നമ്മളെന്ത് ചെയ്തു, അതിന് ഫീസ് കൊടുത്ത് നമ്മളെന്ത് ചെയ്തു, അതിനകത്ത് കയറി. നല്ല വെറൈറ്റി ഷോ ആണ്. 10 മിനിറ്റാണ് ഈ ഷോൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. അതിൽ 2 പാർട്ടാണ്. ഒന്ന് 5-5 മിനിറ്റിലായിട്ട് 2 ഷോ ആണ്.
അതിൽ ഫസ്റ്റത്തെ നമുക്ക് ഒന്നൊരു അലാദീൻ്റെ ഒരു വീഡിയോയും രണ്ടാമത്തത് ഒരു ഡിനോസറിൻ്റെ ഒരു വീഡിയോ ആണ്. പരിപാടി കൊള്ളാം, നന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷോ കണ്ട്, കാരണം നമ്മൾ നിന്നിട്ട് മൊത്തത്തിൽ എന്താണ് ലൈവായിട്ട് കാണുന്ന പോലെയാണ്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, പാർക്കിൽ ഊഞ്ഞാലാടാനൊക്കെ തുടങ്ങി. ഒന്നാമത്തെ എന്താണ്, മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ട്രിപ്പ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നമ്മൾ ഊഞ്ഞാലാടി നിൽക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് എല്ലാവരും പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഒരു വാട്ടർ ലൈറ്റ് ഷോ ഉണ്ട്. അതിപ്പോൾ 20 തുടങ്ങും. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അവിടെ പോയിരുന്നു. ലൈറ്റ് ഷോ തുടങ്ങി. നേരിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും രണ്ടാണ് ഗൈസ്. അപ്പോൾ നേരിട്ട് തന്നെ കാണുമ്പോൾ അതിൻ്റെ ഫീൽ വേറെ തന്നെയാണ്, അടിപൊളിയാണ്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം കൊള്ളും കാണാം, വീരൻ പടയുടെ വൻമണിയേറ്റി കൊട്ടിക്കേറും കാണാം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേറ്റും മേളം, ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തകിരടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കടലിൽ വെള്ളിത്തേരെ, ആടും മലയും പൊഴിയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണി. അങ്ങനെ അവിടുത്തെ ലൈറ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. പോകുന്ന വഴി നമ്മളെന്താണ് ജീപ്പിൽ നല്ല DJ പാട്ട് വെച്ച് തന്നു. നമ്മളെന്താണ് മാക്സിമം ആടിയും ഉല്ലസിച്ചുമാണ് നമ്മുടെ റൂമിലേക്ക്. അതിനടുത്ത് നമ്മളെന്താണ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് മറയൂരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂമും കാര്യങ്ങളും പാക്കേജൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് സോൾ മിസ്റ്റ് എന്നുള്ള ഒരു പാക്കേജിൻ്റെ ആൾക്കാരാണ്.
അതിലൊരു സുമേഷ് എന്ന് പറഞ്ഞ ആളുണ്ട്, അവരാണ് നമുക്ക് മൊത്തം സെറ്റാക്കി തന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡേ 1 ഏകദേശം ഫോട്ടോ പോയിൻറ്റ്, എലിഫൻറ്റ് പാർക്ക്, മാട്ടുപ്പെട്ടി ഡാം, സൺമൂൺ വാലി, മറ്റേ ബോട്ടിംഗ് സെൻറ്റർ, എക്കോ പോയിൻറ്റ്, ബോട്ടാണിക്കൽ ഗാർഡൻ എന്നിങ്ങനെ പല സ്ഥലങ്ങളും കവർ ചെയ്തു. അവരുടെ പാക്കേജിൽ അവർ സെറ്റാക്കി തന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലേക്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട്. ഡേ 1 പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഡേ 2 പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ നൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ നല്ല സപ്പോർട്ടായിട്ട് നമ്മളെ ജീപ്പ് ബ്രോ ഉണ്ടായിരുന്നു, ആഷ്ബിന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് എത്തി നമ്മളെന്ത് ചെയ്തിട്ട് ആദ്യം ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും.